ഹലോ മക്കളെ, സ്നേഹാവസ് ആണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ വെക്കേഷൻ ആയിട്ട് മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാം. കളിച്ചോളൂ, എത്ര വേണം കളിച്ചോളൂ. പക്ഷെ ഹിന്ദി വീക്കായ ആൾക്കാർ ചെറുതായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. കാരണം എന്താണ്, നമ്മുടെ ഹിന്ദി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ പറയുന്നത് ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വളരെ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപാട് വലിയ വലിയ കഥകൾ വരുന്നുണ്ട്, കവിതകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് കൃത്യമായ ബേസ് വേണം. നമ്മൾ ബേസിന്റെ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ് കാണാത്തവർ നിർബന്ധമായിട്ടും നമ്മുടെ ആദ്യത്തെ ബേസിന്റെ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വന്നോളാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹിന്ദി അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും കൊണ്ടുപോയി തെറ്റിച്ചു വെക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ എടുത്തോണ്ടിരുന്ന സാധനം വിഭക്തി പ്രത്യയങ്ങളാണെന്ന് അറിയാം അല്ലെ. ഭീകര പേരുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആളെന്താണ്, ഹിന്ദിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അത് 9 എണ്ണം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ തന്നെ മേ പർ കേലിയെ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ വേണ്ടടുത്തും വേണ്ടാത്തടത്തും ഒക്കെ കൊണ്ടിടുന്ന ഒരാളെ കുറിച്ചിട്ടാണ്. ആരാണ്? സേയെ കുറിച്ചിട്ടാണ്. ഈ സേ എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കണക്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദിയിലേ നമുക്ക് കണക്ഷൻ കിട്ടൂല. നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ എന്തായി പോവും, തെറ്റിപ്പോവും. അപ്പൊ എന്ത് ചെയ്യണം, ഇത് നിർബന്ധമായിട്ടും എന്റെ മക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ നമ്മൾ എടുക്കുന്ന ഈ ബേസ് ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് നോട്ടിലോട്ട് എഴുതിയെടുക്കുക. ഇത് നന്നായിട്ട് പഠിക്കുക. കാരണം ഹിന്ദി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മേ പർ കേലിയെ എന്ന് പറഞ്ഞ ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്, സേ ആണ്. ഈ സേ എന്ന് പറയുന്ന ആള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് 5 രീതിയിലാണ് അറിയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എടുത്തത് പ്രകാരം മലയാളത്തിൽ വേണം ഹിന്ദി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ കണക്റ്റിംഗ് വേർഡ് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും അത് മലയാളത്തിൽ ആലോചിച്ച് വെക്കുക. ഇംഗ്ലീഷിലോട്ട് ഒരിക്കലും പോകാൻ പാടില്ല, കാരണം തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ നോക്കാം. നമ്മൾ എന്തായാലും ഇപ്പൊ സ്വന്തമായിട്ട് ഹിന്ദി എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എങ്ങനെ നോക്കിയാലും മലയാളത്തിലല്ല ആലോചിക്കുക. ഇപ്പൊ എന്താണ്, കുട്ടൂസൻ കരഞ്ഞു എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ആലോചിക്കുക, എന്നിട്ടാണ് നമ്മൾ ഹിന്ദിയിലോട്ട് അത് മാറ്റുക അല്ലെ. അപ്പൊ ആ മലയാളത്തിൽ ആലോചിക്കുന്ന ആ ഒരു സാധനത്തിന് എന്ത് ഹിന്ദിയിൽ പറയും എന്നുള്ള രീതിയിലാണ് എന്റെ മക്കൾ പഠിക്കേണ്ടത്. കണക്റ്റിംഗ് വേർഡ്സും അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, മക്കൾ ഇത് കാണുന്നുണ്ടാവും. സേ എന്നുള്ളതിന് കുറെ അർത്ഥം അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മറന്നു പോവില്ലേ? ഓക്കെ, മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കോഡ് തരാം. ഓക്കെ, ആ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് എക്സാമ്പിളുകൾ എത്ര മാക്സിമം എക്സാമ്പിളുകൾ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേ ഇരിക്കുക. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു സംഭവം വെച്ചിട്ട് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് പറയാം. നോക്കാം. സേ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. സേ എന്ന് വെച്ചാൽ എന്താണ്, ഇൽ നിന്ന് എന്ന് എഴുതിയിട്ടുണ്ട്, മുതൽ എന്ന് എഴുതിയിട്ടുണ്ട്, കാൾ എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താ, കൊണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ഓടുന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോ എന്താ അത്? ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. നോക്കാം. തിരുവനന്തപുരത്തിൽ നിന്ന് എന്ന് നിങ്ങൾക്ക് പറയണം എങ്കിൽ എന്താണ്, നമ്മൾ ഇൽ നിന്ന് ഉപയോഗിക്കുക അല്ലെ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, സൈലത്തിൽ നിന്ന്, ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ആ ഇൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അതേപോലെ തന്നെ നോക്കുക, 1 മുതൽ 10 വരെ. പിന്നെ അല്ലെങ്കിൽ എന്താണ്, കാസർഗോഡ് മുതൽ എന്താണ്, കണ്ണൂര് വരെ എന്ന് നമ്മൾ പറയുകയാണ്. അങ്ങനെ 1 മുതൽ 10 വരെ, ആ മുതൽ വരെ എന്ന് പറയുന്നതിൽ ആ മുതൽ ഉണ്ടല്ലോ, ആ മുതൽ എന്താണ്, സേ ആണ് ഉപയോഗിക്കുക. കോയും കീയും കായും ഒക്കെ അവിടെ കൊണ്ടുപോയിടാൻ പാടുണ്ടോ? ഇല്ല. സേ എന്നുള്ള വാക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു കമ്പാരിസന് വേണ്ടി അത് പറയാം, കാൾ എന്ന് പറയുന്ന ആ ഒരു രീതി അല്ലെ. കാൾ, അവനേക്കാൾ, അവളേക്കാൾ, കാൾ എന്നുള്ള വാക്കിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, സേ ഉപയോഗിക്കാം. ഇനി എന്താണ്, കൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. കൊണ്ട്, ഓക്കെ, കൊണ്ട് നമ്മൾ പറഞ്ഞില്ല. നോക്കുക, പെന്നുകൊണ്ട്, കൈക്കോട്ട് കൊണ്ട്, ഫോണ് കൊണ്ട്, ആ കൊണ്ടുണ്ടല്ലോ, അതിന് നമ്മൾ ഹിന്ദിയിൽ എന്താ ഉപയോഗിക്കുക, സേ ആണ് ഉപയോഗിക്കുക. ഇനി ഓട്, ഓടെന്ന് വെച്ചാൽ എന്താ, ആ ഓടല്ല, എന്താ ഉദ്ദേശിച്ചത്, അവളോട്, സ്നേഹയോട്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് പറയാം കുട്ടൂസനോട്, ഡോറയോട്, ചോട്ടാ ഭീമിനോട് ഓട്. ആ ഓട് എവിടുന്നാ വരുന്നേ, സേ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും അർത്ഥങ്ങൾക്ക് നമ്മൾ ഒറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്, സേ എന്നുള്ളതാണ്. ഇത് പഠിക്കാൻ ഒരു ചെറിയൊരു കോഡ് പറഞ്ഞുതരാം, കൃത്യമായിട്ട് കേൾക്കുക. സേയിൽ നിന്ന് മുതൽ കാള് കൊണ്ട് ഓട്, ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കാനുള്ളതാണേ. നോക്കുക, സേയിൽ നിന്ന് മുതൽ കാള് കൊണ്ട് ഓട്. പഠിച്ചൂടെ? സിമ്പിൾ അല്ലേ? സേയിൽ നിന്ന് മുതൽ കാള് കൊണ്ട് ഓട് എന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടി, ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിലെത്തി. ഓക്കെ, സേയിൽ നിന്ന് മുതൽ കാള് കൊണ്ടോട്. ഓക്കെ ഓക്കെ ഓക്കെ, തലയിൽ എന്ത് ചെയ്യാ, അത് കയറ്റി വെച്ചോളാം. ഇനി നമുക്ക് എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായി ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. നോക്കുക, ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൽ നിന്നാണ് അല്ലെ. നോക്കുക, ഗർസെ ആയ,
വീട്ടിൽ നിന്ന് വന്നു, സ്കൂൾ സെ ആയ സ്കൂളിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ എന്താ സൈലം സെ ആയ സൈലത്തിൽ നിന്ന് വന്നു, ഫോൺ സെ ആയ ഫോണിൽ നിന്ന് വന്നു, ഇൽ നിന്ന് വന്നു എന്നുള്ളതിന് നമ്മൾ സേ ഉപയോഗിക്കും. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ സേ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളുകൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ ഇൽ നിന്ന് എന്നുള്ള ആ ഒരു വാക്കിന് പകരമായിട്ട് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് സേ ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു ദിവസമൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തലേ കയറോ ഇല്ല. റിപ്പീറ്റ് അടിച്ച് വായിച്ച് റിപ്പീറ്റ് അടിച്ച് ഇത് കേട്ട് കേട്ട് അങ്ങനെ പഠിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് കേട്ടിട്ട് അങ്ങനെ തലയിൽ വെക്കാൻ പറ്റുന്ന സാധനമല്ല, ഇത് മറന്നു പോകും. അതുകൊണ്ട് ഈ ഒരു 2 മാസം കൊണ്ട് ഈ 2 മാസം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മക്കൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി കലം സേ ലിഖ, അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, പേന കൊണ്ട് എഴുതി, പെണ്ണ് കൊണ്ട് എഴുതി, അതിന് കൊണ്ട് ഫോണ് കൊണ്ട് എന്ന് പറയുന്നത് ഫോൺ സേ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഫോണ് കൊണ്ട് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ ആ കൊണ്ട് എന്നുള്ള എന്തിനെ കൊണ്ടെങ്കിലും എഴുതുന്ന ആ കൊണ്ട് നമുക്ക് സേ ഉപയോഗിക്കാം എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി നോക്കാം, കുട്ടൂസനോട്, പിതാസെ അച്ഛനോട്, മാതാസെ അമ്മയോട്, സ്നേഹാസെ സ്നേഹയോട്, അമ്മൂസെ അമ്മൂനോട് ഒക്കെ അങ്ങനെ ആ ഓട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും, സേ ഉപയോഗിക്കും. അവളോട് പറയൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ആ ഓട് ആലോചിച്ച് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഏക് സേ ദസ്തക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കും കേട്ടോ. സേയും തക്കുമാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. സേ തക്ക്, മുതൽ വരെ എന്നുള്ള രീതിയിൽ കേട്ടോ. മുതൽ വരെ ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. സേ തക്ക് എന്നുള്ള കാര്യം ആലോചിക്കുക. സേ മാത്രം അവിടെ പഠിക്കേണ്ട, തക്കും കൂടി പഠിക്കുക കേട്ടോ. ഓക്കെ, ഏക് സേ ദസ്തക്, 10 വരെ, 1 മുതൽ 10 വരെ എന്നുള്ള രീതിയിൽ പറയാം അല്ലെ നമുക്ക്. അപ്പൊ അങ്ങനെ ഓരോന്ന് മുതൽ വരെ ഉപയോഗിക്കാൻ സേയും തക്കുവാണ് ഉപയോഗിക്കുക. ഓക്കെ, അതും പഠിച്ചു. ഇനി ഇതാ ലാസ്റ്റത്തെ ആളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ സേ കണ്ടോ, നിങ്ങൾ 5 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. 5 രീതിയിൽ. ഇപ്പൊ 5ാമത്തെ രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കമ്പാരിസന് വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാളെക്കാളും എന്തോ വലിയ സംഭവമാണ്. അപ്പൊ ഇംഗ്ലീഷിൽ മക്കൾ ഈ കമ്പയർ ചെയ്യുന്ന സംഭവം പഠിച്ചിട്ടുണ്ടാവും, ഒരു കമ്പാരിസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇതും. നോക്കിക്കേ, കുട്ടൂസൻ ഭീം സേ മസ്ബൂത്ത് ഹേ. നോക്ക, കുട്ടൂസൻ എന്താണെന്നാ പറയുന്നത്, ഭീമനേക്കാൾ ഭീം നമ്മുടെ ചോട്ടാ ഭീമിനേക്കാൾ എന്താണ്, ശക്തിമാനാണ്. ഓക്കെ, ശക്തിയുള്ളവനാണ്. മസ്ബൂത്ത് മീൻസ് എന്താണ്, ശക്തിയുള്ളവനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്, സ്നേഹ എന്താണ്, ഐശ്വര്യ റായ് സേ സുന്ദർ ഹേ. സ്നേഹ എന്താണ്, ഐശ്വര്യ റായിനേക്കാൾ സുന്ദരിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അല്ലെ. ഒരു കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. നോക്ക, ബഡേ ബായി ചോട്ടേ ബായി സേ ലംബാഹേ. വലിയേട്ടൻ ചെറിയ ആ ഒരു സഹോദരനേക്കാൾ എന്താണ്, ലംബാഹേ, നീളമുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഈ ഒരു സംഭവം ഉപയോഗിക്കാം. സേ എന്ന് പറയുന്നത് കമ്പാരിസന് വേണ്ടി നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കാറുണ്ട്. അതും എന്ത് ചെയ്യുക, എന്റെ മക്കൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ 5 സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഏറ്റവും നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഭക്തി പ്രത്യയത്തിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് സേ എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതും എന്നെ മക്കൾ പറയാ. അതില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ബസ്സിൽ എന്നുള്ളത് നിങ്ങൾ എഴുതേണ്ടി വരും. നോക്കാം, മേ പർ കേലിയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സേ എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതി നോക്കുക. നമ്മുടെ മലയാളം നോക്കിയിട്ട് അത് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് എന്താ എഴുതി നോക്കുക. പിന്നെ എന്താണ്, നമുക്ക് AI ടൂൾസ് ഒക്കെ ഉണ്ട്, അതിന്റെ ഒക്കെ സഹായത്തോടു കൂടി പിന്നീട് അത് ആൻസർ ശരിയാണോ നോക്കുക. ഓക്കെ, അപ്പൊ ഇത് ആദ്യം എഴുതി നോക്കുക, എന്നിട്ട് മാത്രം ശരിയാണോ നോക്കുക. ആദ്യമേ പോയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊന്നും അല്ലെങ്കിൽ ChatGPT-യിൽ ഇട്ട് കൊടുക്കരുത്. ഉത്തരം കിട്ടുന്ന മാതിരി സ്വന്തമായിട്ട് ആദ്യം എഴുതി നോക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക മക്കൾ, മലയാളത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഈ ഒരു ഇല്ല് വെച്ചിട്ട്, അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ സേയിൽ ഇപ്പൊ നമ്മൾ 5 ഭാഗങ്ങൾ പഠിച്ചില്ല, ഈ 5 ഭാഗങ്ങൾ വെച്ചിട്ട് എങ്ങനെയൊക്കെ സെന്റൻസ് എഴുതാൻ പറ്റുമോ അതൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ എന്തായി, നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന മാതിരി നിങ്ങൾക്കെന്ന് തോന്നും. കാരണം ബേസ് ഇല്ലാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം കേട്ടോ. ഇത് ഭീകര സംഭവം ഒന്നും അല്ല ഹിന്ദി എന്ന് പറയുന്നത്. ബേസ് പഠിച്ചാൽ നമുക്ക് എല്ലാം സെറ്റാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട്, അതായത് വളരെ അക്ഷരമാല തൊട്ടിട്ടാണ് നമ്മുടെ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഹിന്ദി ഇതേപോലെ തന്നെ നമ്മൾ സൂപ്പറായി സെറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ആപ്പിൽ ചേരാത്ത ഏതെങ്കിലും മക്കൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ സൂപ്പറായി സെറ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഹിന്ദി എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.